സർ, മുജതബ ഖമനയിലാണ് ഇനി ഇറാന്റെ എല്ലാ പ്രതീക്ഷയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുജതബ ഖമനയുടെ നില അതീവ ഗുരുതരം എന്നാണ് ഇന്ത്യയുടെ ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ആള് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. നേരത്തെ മുജതബ ഖമേനിയാണ് ഇനി അടുത്ത പരമോന്നത നേതാവ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ എവിടെയും അദ്ദേഹത്തിന്റേതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയിലുള്ള യാതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പകരം ചില എഴുത്തുകൾ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഖമനയി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചർച്ച നടത്തുകയാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വിഷയത്തെ ആരിഫ് സാർ എങ്ങനെ വിലയിരുത്തും? നമസ്കാരം. ഇറാനിൽ നിലവിലെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്കുള്ള മിസൈലുകളുടെയൊക്കെ ശേഖരത്തെക്കാൾ കൂടുതൽ ഖമനൈമാരുടെ അല്ലെങ്കിൽ പരമോന്നത നേതാക്കളുടെ ശേഖരം ഉണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വിവരം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വലിയ വേവലാതി ഒന്നും വേണ്ടെന്നാണ് ഞാൻ പറയുക. കാരണം ഇത് ഒരെണ്ണം പോയി അടുത്ത് വരിക എന്നുള്ളത് അവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ മുജ്തബ ഇങ്ങനെ അറ്റാക്കിൽ പരിക്ക് പറ്റി കാല് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അറിയുന്നത്. എന്ത് തന്നെ ആയാലും തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു ആയത്തുള്ള അലി ഖമനയിക്ക് ഇതേപോലെ പരിക്ക് പറ്റിയപ്പോൾ നമ്മൾ കണ്ട എന്താണ്, ഒന്നും സംഭവിച്ചിട്ടില്ല, ഉടനെ തന്നെ ഇപ്പോൾ വരും ആളുടെ പ്രസ്താവന എന്ന് പറഞ്ഞ് അവരൊരു കുറിപ്പ് ഇറക്കുകയും അതിനു വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് കണ്ടതാണ്. അവസാനം പിന്നെ നിവൃത്തിയില്ല, ആളുടെ ജീവൻ പോയതുകൊണ്ട് പിന്നെ അവർ സമ്മതിക്കുന്നു, മയ്യത്ത് നിസ്കരിക്കുന്നു, കുഴിച്ചിടുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അത് ഇതിൽ സംഭവിക്കാം, മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത്. സംഭവിച്ചാൽ അടുത്ത ആള് വരും. അപ്പോൾ വലിയ ശേഖരമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഇവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നിലവിൽ ഈ ഇറാനിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു ഔദ്യോഗികമായ ഒരു ഭരണകൂടം ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുന്ന ഈ ഒരു ആത്മീയ ഒരു സംഘം അവരതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അവിടുത്തെ ഈ സൈന്യം അവരൊരു വശത്തുണ്ടായിരുന്നു. ഇനി സൈന്യത്തിന് പാരലായിക്കൊണ്ട് ഈ മേലധികാരികൾക്ക് ഉള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് IRGC എന്ന് പറയുന്ന ഒരു സംഘടന അതും അവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇന്നിപ്പോ ഇറാനിലെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സൈന്യം നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ IRGC ഒക്കെ നേതൃത്വം കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പാകിസ്ഥാനിലൊക്കെ കാണാറുണ്ടല്ലോ, സൈന്യം അവിടെ കയ്യേറുന്നു, അവിടുത്തെ പ്രൈം മിനിസ്റ്ററെ മറിച്ചിടുന്നു, തള്ളിയിടുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട്. അത് തന്നെയാണ് ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഗതിയുണ്ട്, ഉടനെ തന്നെ ഒരു റെജീം ചേഞ്ച് വരും എന്ന് പറയുന്ന ഒരു സംഭവം. ആ സംഗതി അവിടെ നടക്കുന്നതിനുള്ള സാധ്യത മങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരിപ്പോഴും അതിനെ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. പുതിയ പുതിയ ആളുകൾ ഇറക്കുന്നു. IRGCയുടെ ആണെങ്കിൽ പുതിയ നേതാക്കളെ അവർ കൊണ്ടുവരുന്ന ആളെ കൊന്നു തീർക്കുക എന്നുള്ളതാണ് അവിടെ ഇസ്രായേലും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ആളെ ഇറക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിലൊരു പരാജയം സമ്മതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ഇത് മുന്നോട്ട് പോയി ജനങ്ങളെയും നാട്ടുകാരെയും ലോകത്തെയും ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിൻവലിയ എന്ന് പറയുന്ന ഒരു രീതി, അത് ഇതുവരെ അതിലേക്ക് പോയിട്ടില്ല. അവര് പുതിയ രീതിയിലുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. പക്ഷെ മിസൈലിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ അറ്റാക്കുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഡ്രോണുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കാണും. അപ്പൊ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. പിന്നെ ഇപ്പൊ ഇന്ത്യന്ന് പോലും കമ്മ്യൂണിക്കേഷൻസ് അവിടുത്തെ പ്രസിഡന്റുമായിട്ട് നമ്മൾ സംസാരിച്ചു എന്ന് അറിയുന്നു, മോദിയൊക്കെ. അപ്പൊ അതിൽ പറയുന്നത് ഇതില് സമവായം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞു വരുന്നത്. അപ്പോ യുദ്ധം അവസാനിക്കണം എന്നുള്ളൊരു സൂചനയാണ് അവിടെ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് കടക്കണം എന്നുള്ളത്. എന്തിനേറെ പറയുന്നു, ഹമാസ് വരെ പറഞ്ഞു നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം, ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തണമെന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഹമാസ് വരെ പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഖമനൈമാര് ഇനി ആര് ഇനിയുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ ലക്ഷ്യം നേടാനുണ്ടാവുന്ന സാഹചര്യങ്ങൾ, വൈകുന്നതിനുള്ള അവസ്ഥ, ഇതൊക്കെയാണ് ഇവിടുത്തെ ചർച്ചയാകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയാവേണ്ടത്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇറാൻ പ്രസിഡന്റുമായി സംസാരിക്കുകയുണ്ടായി. അതുവഴി ടാങ്കർ ഷിപ്പുകൾ ഉൾപ്പെടെ എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഹോർമസ് ഇന്ത്യക്ക് മാത്രമായി തുറന്നു കൊടുക്കാനുള്ള ഒരു സ്ഥിതി, ആ ലെവലിലേക്ക് ഇറാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ഇറാനുള്ള ഒരു നയതന്ത്ര ബന്ധത്തിന്റെ ഒക്കെ കരുത്തുകൊണ്ടാവണം. പക്ഷേ ഈ രീതിയിൽ ഇറാൻ ഇന്ത്യയോട് ഒരു അനുകമ്പ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു ശത്രു രാജ്യമല്ല എന്ന് പറയുമ്പോൾ, നിലവിൽ ഇന്ത്യ എന്തിന് ഇറാനെ എതിർക്കണം എന്നതാണ് ചോദ്യം. അങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല, നമ്മൾ എതിർത്തിട്ടുമില്ല. അങ്ങനെ ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ പറയുന്ന പോലെ ചാടിക്കേറി അങ്ങനെ ഏതെങ്കിലും ഒരു പക്ഷത്ത് കയറി നിൽക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ ടാങ്കർ കപ്പലുകൾ മാത്രമല്ല കടത്തി വിടാൻ അനുവദിച്ചിട്ടുള്ളത്, ചൈനയുടേത് അടക്കം അങ്ങനെ അനുവദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഇന്റർനാഷണൽ ബന്ധങ്ങൾ അങ്ങനെയാണല്ലോ വർക്കൗട്ട് ആവുക.
അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടി തന്നെയാണല്ലോ നമ്മൾ ചില കാര്യങ്ങൾ നിൽക്കുന്നത്. കോണ്ടെക്സ്റ്റുവലായിട്ടും അതുപോലെ തന്നെ വിഷയാധിഷ്ഠിതവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ചെയ്യുക, അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് പരസ്പരം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇറാൻ പലപ്പോഴും പാകിസ്ഥാനോടൊപ്പം ചേരുന്ന കാഴ്ചയും അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലടക്കം ഇപ്പോൾ പൗരത്വ ഭേദഗതി വിഷയം വന്ന സമയത്തൊക്കെ അതിനകത്ത് അഭിപ്രായം പറയുന്ന അവസ്ഥയൊക്കെ ഇതേ ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവർ കാണിക്കേണ്ട മര്യാദ അവർ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളും അവരും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ട ബാധ്യത അത് ഇവിടുത്തെ ഗവൺമെന്റിന് തന്നെയാണുള്ളത്. അത് വിഷയാധിഷ്ഠിതമായിട്ട് എടുക്കാനുള്ള ഒരു പക്വത അത് നമ്മൾ കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നതിൽ സന്തോഷം. എടുത്തു ചാടി അവരുടെ എല്ലാ വിഷയത്തിലും കയറി പറയേണ്ട കാര്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഇപ്പോ സ്ത്രീ വിവേചനം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ അവകാശ ലംഘനങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങൾ അതിലൊക്കെ ഇന്ത്യ മൗനം പാലിക്കുമ്പോൾ അത് അവർക്ക് ഒരു പരോക്ഷമായിട്ടുള്ള സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട്. അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. അതിപ്പോ അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്നതാണ്. ഈ തരത്തിലുള്ള താലിബാനിസം കാണിക്കുന്ന താലിബാനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് വേദി ഒരുക്കുമ്പോൾ എന്നിട്ട് അതേ നിയമങ്ങൾ ഇവിടെയും കാണിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ പത്രമാധ്യമ പ്രവർത്തകരെയൊക്കെ വേദിയിൽ നിന്ന് ഒഴിവാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ അത് തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ ആ മതവിശ്വാസികൾക്കും കൂടി വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ കുറച്ച് ശ്രദ്ധ കാണിക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ഒരു മധ്യസ്ഥത വഹിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ വിഷയത്തിൽ ഒരു ചേരിചേരാ നയമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പോ ഇറാന്റെ ഒരു കപ്പല് നമ്മളെ കൊച്ചി തുറമുഖം അവിടെ കേന്ദ്രീകരിച്ച് സുരക്ഷിതമായി ഇരിക്കുന്നു, അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അവരോടൊപ്പമാണ് നമ്മൾ എന്ന് പറയാതെ പറയുന്നതിന് തുല്യമാണത്. അപ്പൊ അതൊക്കെ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു യുദ്ധമല്ല ഇത്. അതിൽ നമ്മൾ എടുത്ത് ചാടേണ്ട കാര്യവുമില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്, ഇന്ത്യയും അത് തന്നെ ചെയ്യുന്നു. യെസ്, എന്തായാലും ഇറാനിൽ നിന്ന് ഇന്ത്യക്ക് കപ്പലുകൾ വിട്ടു നൽകിയിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഹോർമോസ് വഴി പോകാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇറാൻ ഇന്ത്യയോടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നയത്തോടുള്ള ചില മാറ്റങ്ങൾ ഇറാനിൽ പ്രകടമാകുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ അപ്പോഴും പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ തന്നെയാണ്. ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത് ആരിഫ് സാർ, ഇറാൻ ഈ രീതിയിലേക്ക് മാറുമ്പോൾ ഇറാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയെക്കാൾ ഉപരി ഇറാന് വേണ്ടി സംസാരിക്കാൻ എത്തുന്നത് ചൈനയാണ് എന്നറിയാൻ സാധിക്കുന്നു. കാരണം ഇറാൻ മുന്നോട്ട് വെച്ച ഒരു ഉപാധി എന്ന് പറയുന്നത് എല്ലാ എണ്ണ കപ്പലുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വ്യാപാരങ്ങളും ഹോർമോസ് വഴി നടക്കും. പക്ഷേ വിനിമയം ഡോളറിലാവരുത്, ചൈന കറൻസിയിലാവണം എന്നൊരു പിടിവാദം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടി അത് ട്രംപിന് ലഭിക്കാവുന്ന ഒരു തിരിച്ചടിയാകുമോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഹോർമോസ് വഴി നടത്തുന്ന സകല വ്യാപാരങ്ങൾക്കും ചൈനയുടെ കറൻസി ഒരു വിനിമയമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ അങ്ങനെ സാധ്യത ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അങ്ങനെ വേണമെന്നുള്ള ആവശ്യം അത് ചൈന പലപ്പോഴായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഡോളറിന് മുകളിൽ ചൈനീസ് കറൻസിക്ക് ഒരു സാധ്യത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ തന്നെ അതിനെ ഏറ്റവും ആദ്യം എതിർക്കുക ഇന്ത്യ ആയിരിക്കും എന്നാണ് ഞാൻ പറയുക. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കറൻസിക്കും അതുപോലെ തന്നെ ചൈനീസ് കറൻസിക്കും ഒരേപോലെ ബദലായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ഒരേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ US കറൻസി നമ്മൾ ഡോളർ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഇന്ത്യക്ക് എപ്പോഴും നല്ലതായിട്ട് നിൽക്കുക. അതാണ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈന അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചത് കൊണ്ട് അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് എത്ര മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഇതിൽ കാണാം. യെസ്, എന്തായാലും ഇറാൻ യുദ്ധം കടുപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഗൾഫ് മേഖലകൾക്ക് നേരെയും ഒക്കെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ആരിഫ് സാർ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ ഏത് രീതിയിൽ അവരിതിനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. ഹോർമസ് കടലിടുക്കിൽ ചെറിയൊരു അയവ് വരുത്തിയിട്ടുണ്ട് ഇറാൻ എന്നതാണ് ഏറ്റവും സമാധാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അവശ്യ സാധനങ്ങൾക്കുൾപ്പെടെ അല്ലെങ്കിൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകും വരും ദിവസങ്ങളിൽ ഇതെന്ന് കരുതാം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.